രാസവളങ്ങൾക്കും തുരിശിനും വില വർദ്ധിച്ചത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇറക്കുമതിയെ ബാധിച്ചതും സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ചതും വിലവർദ്ധനവിന് കാരണമായി. പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് കൃഷിയിറക്കുന്ന കർഷകർക്ക് കനത്ത ആഘാതമായിരിക്കുകയാണ് രാസവളങ്ങളുടെ വിലവർദ്ധന. രാസവളങ്ങൾക്കൊപ്പം കുമിൾനാശിനിയായ തുരിശിൻ്റെ വിലയും കുത്തനെ ഉയർന്നു. തെങ്ങ്, കുരുമുളക്, പച്ചക്കറി, റബ്ബർ തുടങ്ങിയ കൃഷികൾ ചെയ്യുന്നവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കർഷകർ വ്യാപകമായി ഉപയോഗിക്കുന്ന തുരിശിൻ്റെ വില കുതിച്ചുയർന്നു. കിലോഗ്രാമിന് 210 രൂപ ഉണ്ടായിരുന്ന തുരിശിന് ഇപ്പോൾ 540 രൂപ നൽകണം. വില ഉയർന്നതിന് പിന്നാലെ തുരിശിൻ്റെ ലഭ്യതയിലും കുറവുണ്ടായതായി കർഷകർ പറയുന്നു. മഴക്കാലത്ത് കുമിൾ രോഗബാധ വർദ്ധിക്കുന്നതിനാൽ തുരിശിൻ്റെ ഉപയോഗം കൂടുന്ന സമയത്താണ് വിലക്കയറ്റം കർഷകർക്ക് വലിയ തിരിച്ചടിയാകുന്നത്. രാസവളങ്ങളുടെ വിലവർദ്ധനയും കൃഷിച്ചെലവ് ഉയർത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ 1425 രൂപയായിരുന്ന ഫാക്ടംബോസിൻ്റെ ഒരു ചാക്കിൻ്റെ വില ഇപ്പോൾ 2300 രൂപയായി ഉയർന്നു. പൊട്ടാഷിൻ്റെ വില 1800 രൂപയിൽ നിന്നും 2200 രൂപയിലേക്കും വർദ്ധിച്ചു. ഇതിന് പിന്നാലെ കോംപ്ലക്സ് വളങ്ങളുടെ വിലയിലും വർധനയുണ്ടായി. ഡോളറിൻ്റെ വില വ്യത്യാസം, പിന്നെ അസംസ്കൃത സാധനങ്ങളുടെ വ്യത്യാസം, പിന്നെ ട്രാൻസ്പോർട്ടിങ്, കൂലിച്ചെലവ്, ഇങ്ങനെ പല കാരണങ്ങളാലാണ് വില കൂടുന്നത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവരുടെ കൃഷിയെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഇതുപോലെ എല്ലാ മാസവും ഗ്യാസിൻ്റെതിനേക്കാളും കൂടുതലായിട്ട് തന്നെ ഇങ്ങനെ വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക. 1425 രൂപ ഉണ്ടായിരുന്ന ഒരു ചാക്ക് ഫാക്ടംബോസിന് കൂടി 1750 അത് കഴിഞ്ഞ് അധികം താമസിച്ചതിൻ്റെ 2100 ഇപ്പോൾ 50 കിലോ ഫാക്ടംബോസിൻ്റെ വില 2300 രൂപയാണ്. യൂറിയ ഒഴിച്ച് എല്ലാ വളത്തിനും കൂടിയിട്ടുണ്ട്. യൂറിയയ്ക്ക് വിലയുണ്ട്, പക്ഷേ ഗവൺമെൻറ് സബ്സിഡി അതനുസരിച്ച് തരുന്നതുകൊണ്ട് പഴയ വില 266 രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോഴും യൂറിയ വിൽക്കുന്നത്. കക്ക അതിനും വില വ്യത്യാസം വന്നിട്ടുണ്ട്. അത് 140 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം MRP 320 വരികയാണ്, പക്ഷേ 200, 210 അങ്ങനെയാണ് ക്വാളിറ്റിയുള്ള കക്ക വിൽക്കുന്നത്. വരാനിരിക്കുന്ന കൃഷി സീസണുകളെ വിലക്കയറ്റം സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് വളത്തിൻ്റെയും കീടനാശിനികളുടെയും വിലവർദ്ധനയ്ക്ക് കാരണമെന്ന് വ്യാപാര രംഗത്തുള്ളവർ പറയുന്നു. യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വളനിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതിയിലുണ്ടായ കുറവും വിലക്കയറ്റവും പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ രാസവള കമ്പനികൾക്ക് നൽകുന്ന സബ്സിഡിയിലുണ്ടായ കുറവും വിലവർദ്ധനയ്ക്ക് കാരണമായതായി കർഷക സംഘടനകൾ ആരോപിക്കുന്നു. തുടർച്ചയായ വിലക്കയറ്റം കൃഷിച്ചെലവ് ഉയർത്തുന്ന സാഹചര്യത്തിൽ വളങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വില നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.